KIMS Al Shifa Super Speciality Hospital, പെരിന്തൽമണ്ണ. ഇനി മലപ്പുറത്തെ പച്ച പുതച്ച കാർ കാണാം. തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിനു മുമ്പേ മലപ്പുറത്ത് അലിയുടെ കാർ പച്ചയണിഞ്ഞു. മുസ്ലിം ലീഗ് പ്രവർത്തകനും മലപ്പുറം സ്വദേശിയും ഡ്രൈവറുമായ മേലേതിൽ അലി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന സൗഹൃദ സന്ദേശയാത്രയിൽ തൻ്റെ കാറിൽ പച്ചനിറം പുതച്ച് നേതാക്കളുടെ ചിത്രങ്ങൾ പതിച്ച് പ്രചരണം നടത്തി. പാർട്ടിയുടെ പ്രചാരണ വേദികളിൽ ഈ കാർ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നായകനായി മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച സൗഹൃദ സന്ദേശയാത്രയുടെ പ്രചരണത്തിലെ മുഖ്യ ആകർഷണമായിരുന്നു മലപ്പുറം സ്വദേശി മേലേതിൽ അലിയുടെ പച്ചപുതപ്പിച്ച കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കാറുമായി അലി പ്രചാരണത്തിന് ഇറങ്ങി എന്ന് ഏവർക്കും തോന്നിപ്പോകും. എന്നാൽ ഫെബ്രുവരി 27 തുടങ്ങിയ സാദിഖ് അലി തങ്ങളുടെ സൗഹൃദ സന്ദേശയാത്രയുടെ പ്രചാരണത്തിന് കാറിൻ്റെ പുറംഭാഗം മുഴുവനായും പച്ച നിറത്തിലുള്ള സ്റ്റിക്കറും നേതാക്കന്മാരുടെ പോസ്റ്ററും പതിച്ച് ഇറക്കിയതാണ്. ദുബായ് KMCCയുടെ സഹകരണത്തോടെയാണ് മേലേതിൽ അലി പ്രചാരണത്തിനായി കാർ സജ്ജമാക്കിയത്. സൗഹൃദം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്ന ഒരു സ്നേഹവും ഐക്യവും സമാധാനവും ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തങ്ങൾ നയിക്കുന്ന ജാഥയ്ക്ക് ജില്ലകൾ തോറും കൂടെ പോകണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാൻ ചെയ്തു. അപ്പോൾ ഞാനൊരു ഡ്രൈവറാണ്, പക്ഷേ എന്നാലും KMCC ദുബായ് KMCC അതിന് എന്ത് സഹായം വേണമെങ്കിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി എനിക്ക് കുറച്ചും കൂടി ആവേശമായി. മുൻ മന്ത്രിമാരായ PKK ബാവ, ചെർക്കളം അബ്ദുള്ള, ലീഗ് നേതാവ് PC അഹമ്മദ് ഹാജി തുടങ്ങിയവരുടെ കാർ ഡ്രൈവറായിരുന്നു മേലേതിൽ അലി. ഇപ്പോഴും പാർട്ടിയുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് അലിയുടെ കാർ ഉപയോഗിക്കുന്നുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെയും വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അലിയുടെ കാർ എത്തിയിരുന്നു. വേങ്ങരയിൽ നമ്മുടെ ദേശീയ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിച്ചപ്പോൾ കുവൈത്ത് KMCC എനിക്ക് ഒരു സ്പോൺസർഷിപ്പ് തന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാം, നല്ല ഭംഗിയുണ്ടാവും, പ്രവർത്തകർക്കൊക്കെ ഒരു ആവേശമാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തു. അതൊക്കെ നല്ല ക്ലിക്കായിരുന്നു. അതിനുശേഷം നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു വാഹനം ഫുൾ ചെയ്തു. ആ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ മൊത്തം 24 ദിവസങ്ങളോളം ഓടി. അതും നല്ല ക്ലിക്കായി. വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നടത്തിയ പദയാത്രയുടെ പ്രചരണത്തിലാണ് അലി ആദ്യം വണ്ടി ഇറക്കിയത്. ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രചരണ ജാഥ ഇതുപോലെ നൗഷാദ് മണിശ്ശേരി നടത്തിയിരുന്നു. അത് ജില്ലകൾ തോറും ഒരു കാൽനട പ്രചരണ ജാഥയായിരുന്നു. അതിന് ഒരു എസ്കോട്ട് അവരുടെ സഹായിക്കാനും അതുപോലെ തന്നെ ബാക്കിൽ സ്റ്റിക്കറൊക്കെ ചെയ്ത് ഇത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു സന്ദേശം ഓടിക്കൊണ്ട് ഒരു വാഹനം, ഒരു ചെറിയ വാഹനമായിരുന്നു അന്ന്. അതാണ് തുടക്കം. പാർട്ടിയോടുള്ള പ്രിയം കാരണമാണ് അലി പ്രചരണത്തിനായി വാഹനം പച്ച അണിയിച്ച് പുറത്തിറക്കുന്നത്. സൗഹൃദ സന്ദേശയാത്ര കഴിയുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി അലിയുടെ വണ്ടി ഇറങ്ങും.